أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. قل للمؤمنات يغضضن أبصارهن ويحفظن فروجهن. സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ ഒന്നാമതായി ചീത്ത നോട്ടം എന്ന വിഷയത്തെ കുറിച്ചാണ് ചില സംഗതികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ. കഴിഞ്ഞ ആഴ്ച സംസാരിച്ച കാര്യങ്ങൾ അനാവശ്യമായ അർത്ഥശൂന്യമായ പ്രയോജനരഹിതമായ കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ പരിണാമം വളരെ മോശവും അങ്ങേറ്റം കൈക്കൊള്ളുന്നതുമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതിനേക്കാളേറെ ഗുരുതരമായ, അതിനേക്കാളേറെ ഭയാനകമായിട്ടുള്ള സംഗതിയാണ് ഇവിടെ. മനുഷ്യനെ അല്ലാഹു അവന് നൽകിയിട്ടുള്ള കഴിവുകളെ നിയന്ത്രിക്കാൻ അവന്റെ അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ചുള്ള അവന്റെ നിയന്ത്രണത്തിൽ അവന്റെ പിടുത്തത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അല്ലാഹുവിന്റെ ദീൻ സ്ഥാപിക്കാൻ ശരീരത്തിൽ, സ്വന്തം ജീവിതത്തിൽ അല്ലാഹുവിന്റെ ദീൻ ഭൂമിയിൽ നടപ്പിലാക്കുന്നതിന്റെ മുമ്പ് സ്വന്തം ശരീരത്തിൽ നടപ്പിലാക്കണമെങ്കിൽ അവന്റെ കഴിവുകൾ ബുദ്ധിപരവും ശാരീരികവും സാമ്പത്തികവും മറ്റെല്ലാ തരത്തിലുള്ള കഴിവുകളൊക്കെ അത് മനുഷ്യരെ മിക്കവാറും പലപ്പോഴും അങ്ങേറ്റത്തെ അധികാരിയും അതിക്രമിയുമായി മാറ്റും എന്നാണ് അല്ലാഹു പറയുന്നത്. ഇന്നലെ തനിക്ക് വേണ്ടത്ര കഴിവുണ്ട്, സ്വാധീനമുണ്ട്, ശക്തിയുണ്ട്, അധികാരമുണ്ട്, ബുദ്ധിയുണ്ട്, സാമർത്ഥ്യമുണ്ട്, വിജ്ഞാനമുണ്ട് എന്നൊക്കെ മനുഷ്യൻ ധരിക്കുമ്പോൾ അവർക്ക് അജ്ഞാനമില്ലാത്ത കുതിരയെ പോലെ അനിയന്ത്രിതമായി അച്ചടക്കമില്ലാത്ത നിയമലംഘനായിട്ട് മാറും. അപ്പോൾ എല്ലാ കഴിവുകളെയും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന പരിധിയിൽ ഒതുക്കി നിർത്തണമെന്നാണ്. അതേപോലെ തന്നെയാണ് അവന്റെ കാഴ്ച, കേൾവി, ബുദ്ധിശക്തി. അല്ലാഹു പറയുന്നു, അറിയാത്ത സംഗതികളെ അതിന്റെ പിന്നാലെ പോകരുത്. കാരണം മനുഷ്യന്റെ കാതും അതുപോലെ തന്നെ കണ്ണും അതേപോലെ തന്നെ ഹൃദയവും എല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടും, ചോദ്യം ചെയ്യപ്പെടുന്നു. സമാധാനം തന്നെ നമുക്ക് എന്തിനാണ് ഉപയോഗിച്ചത്, ഏത് വഴിയിലാണ് ഉപയോഗിച്ചത് എന്നുള്ള മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട്
വ്യക്തമായിട്ടുള്ള കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് അള്ളാഹു പറയും. സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയുന്നത് അവരുടെ കണ്ണു അല്ലെങ്കിൽ നോട്ടം അവര് തടയട്ടെ അല്ലെങ്കിൽ താഴ്ത്തട്ടെ. അവരുടെ വിഷയം അവരെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. അവരുടെ മനസ്സിന്, അവരുടെ സ്വഭാവത്തിന്, അവരുടെ ജീവിതത്തിന്, അവരുടെ ദീനിന് എല്ലാം തന്നെ കൂടുതൽ പരിശുദ്ധി, കൂടുതൽ സംശുദ്ധത കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നിയന്ത്രണമാണ്. അല്ലാഹു അഭിമുഖമായി ആരെന്ത് ചെയ്യുന്നു അതിനെക്കുറിച്ചൊക്കെ നല്ല വിവരമുള്ളവരാണ്. അല്ലാഹുവിന് നന്നായിട്ടറിയാം ഓരോരുത്തരെയും ചലനങ്ങളെ കുറിച്ച് മാത്രമല്ല, അല്ലാഹു ഏഴവും കായികത്തിൽ കണ്ണ് കട്ടു നോക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിനറിയാം. ഹൃദയത്തിൽ മറച്ചു വെക്കുന്ന കാര്യങ്ങളും അല്ലാഹുവിനറിയാം. അതുകൊണ്ട് അല്ലാഹുവിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരു സംഗതി ഇല്ലാത്ത ഒരു സംഭവം സമയമുണ്ടെങ്കിൽ അല്ലാഹു സൂചിപ്പിക്കും. അല്ലാഹു പറയുന്നത് മനുഷ്യന്റെ കണ്ണ് അല്ലാഹു വിരോധിച്ച എന്നൊരു പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ കാര്യമായിട്ട് ഉദ്ദേശിച്ചത്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് കണ്ണ് നിർത്തരുത്. കാണാൻ പാടില്ലാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ കണ്ണ് ഒന്നുകിൽ തിരുമുക അല്ലെങ്കിൽ കണ്ണ് താഴ്ത്തുക. അതേപോലെ തന്നെ ആരെ ശ്രദ്ധിച്ചു നോക്കുകയാണെന്നുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള വിക്ഷോഭം അതിനെ നിയന്ത്രിക്കും, നോക്കരുത്. അല്ലാഹുവിനോട് യാദൃശ്ചികമായിട്ട് ഞാൻ ഒരാളെ കണ്ടുപോയാലോ, ഒരു സ്ത്രീയെ കണ്ടുപോയാലോ, വളരെ കണ്ണ് തിരിക്കണം, വളരെ കണ്ണ് മറ്റേ ഭാഗത്തേക്ക് തിരിക്കണം. ആദ്യത്തെ നോട്ടം ഏതായാലും നീക്കുണ്ടായി, ഇനി രണ്ടാമത് നോക്കാൻ എനിക്ക് അവകാശമില്ല. അപ്പോൾ നോട്ടും ഡിജിറ്റലായിട്ട് കണ്ടിട്ടുള്ളത് അത് ഇവരീതിന്റെ വിഷലിപ്തമായ വിഷമൂക്കിയിട്ടുള്ള അമ്പാണ് അസ്ത്രമാണ്. അസ്ത്രമാണെങ്കിൽ ചിലപ്പോ അതിന്റെ മുറി ചികിത്സിച്ചാൽ സുഖപ്പെട്ടു. അതിൽ വിഷം മുക്കിയിട്ടെങ്കിലോ അത് സുഖപ്പെടാനേ പോകുന്നില്ല. അപ്പൊ സുഖപ്പെടാത്ത രോഗം സൃഷ്ടിക്കുന്ന ഒന്നാണ്. എല്ലാ അവയവത്തിനും വ്യഭിചാരം, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. ഒന്നാമത് നോക്കുക, അല്ലെങ്കിൽ ഓരോ അവയവത്തെയും എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള എല്ലാ അവയവങ്ങളും വ്യഭിചരിക്കുന്നു. അല്ലാഹു നിശ്ചയിച്ച പരിധിക്കപ്പുറം ചെയ്യുന്നു. എന്നാൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെ അപകടകരമായിട്ടുള്ള മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും അങ്ങേറ്റം വഴിവെപ്പിക്കുന്ന അങ്ങേറ്റത്തെ മാനസപ്രഭത്തിലേക്ക് കൊണ്ടുപോകുന്ന പിന്തിരിയാൻ കഴിയാത്ത വിധം മനുഷ്യനെ നാശങ്ങളിലും അപകടത്തിലും കുറിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ മനസ്സിൽ വികാരം, ലൈംഗികമായ വികാരം സൃഷ്ടിക്കുന്നു എന്നതാണ് ഒന്നാമത് നോട്ടത്തിന്റെ തകരാറ്. അതേപോലെ തന്നെ ദുർവിചാരം,
ആഭാസകരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്ത, അതേപോലെ നഗ്നത പ്രദർശനം, അതുപോലെ സൗന്ദര്യ പ്രകടനം, ഇതൊക്കെ അതിന്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നു. അതിന്റെ പരിണാമം സർവനാശമാണ് എന്നതാണ് പ്രത്യക്ഷത്തിൽ വളരെ സുഖകരമായിട്ടുള്ള സംഗതിയാണെങ്കിലും അവസാനം അതുകൊണ്ട് വരാൻ പോകുന്നത് മഹാനാശമാണ്. പക്ഷേ ഇന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്നത് ഒരു വലിയ പരിഷ്കാരവും സംസ്കാരവുമാണ് എന്നാണ് വേഷവിധാനങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഒരു കാലത്ത് രണ്ടാൾക്ക് ധരിക്കാൻ പറ്റുന്ന വസ്ത്രം, ഉപ്പായും അതുപോലെ തന്നെ അരിയും ഒക്കെ ധരിച്ചിരുന്ന കാലം നിങ്ങൾ വലിയ ഉപ്പയുടെയോ ഉപ്പാപ്പയുടെയോ ഉപ്പായും കുട്ടികൾ എടുത്ത് നടത്തുന്ന അക്ഷരാർത്ഥാണ്. അതുപോലെ തന്നെ പൈജാമി ഒക്കെ അത് കഴിഞ്ഞപ്പോ അതിങ്ങനെ ചുരുങ്ങി അങ്ങേറ്റം ശരീരത്തിന്റെ എല്ലാ ആകൃതിയും പ്രകടിപ്പിക്കുന്ന രീതി. അതേസമയം തന്നെ അത് മേലോട്ട് കയറുകയും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പണ്ട് കാലത്ത് സ്ത്രീകൾ ധരിച്ചിരുന്ന കുപ്പായം അതുപോലെയാണ് ഇപ്പോൾ ആണുങ്ങൾ ധരിക്കുന്നത്. അവര് സാരിയൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. ഇപ്പോ പുരുഷന്മാരോ അതിന്റെ തല അല്പം താഴോട്ട് സായിച്ചാൽ മതി, പുറം മുഴുവൻ തന്നെ പ്രസക്തമാണ്. ഞാൻ ചെറുപ്പത്തിൽ കുറെ വയസ്സന്മാരെ കണ്ടിരുന്നു. അവർ നമസ്കരിക്കുമ്പോൾ തോർത്താണ് തട്ടാണ് മൊസ്സിരുന്നത്. കുപ്പായത്തിൽ വളരെ കുറവായി. എന്നാൽ തട്ടത്തിന്റെ ഒരു നെല്ല് പുറഭാഗത്ത് ഇങ്ങനെ കുറ്റിട്ടിരിക്കും ഈ നടുവിന്റെ ശരീരം. കാരണം അങ്ങനെ മുത്തനെടുക്കുമ്പോൾ ചെറിയൊരു കോഴികൾ തുണി കൊടുത്താലും ചിലപ്പോൾ കാണാൻ കഴിയും. ആ ഭാഗത്ത് വേറെ നിന്ന് ആരെങ്കിലും നോക്കിയാൽ ശരീരത്തിന്റെ താഴ്ഭാഗം അല്ലെങ്കിൽ മുട്ടുപൊക്കിളിന് ഇടയിലുള്ള ഏതെങ്കിലും ഭാഗം കാണും എന്ന് വിചാരിച്ചത്. അത്രത്തോളം സൂക്ഷ്മത പാലിച്ചു. അതേപോലെ തന്നെ ഈച്ച കടന്നു പോകുന്ന ഒരു ദ്വാരമുണ്ടെങ്കിൽ നിൽക്കാനും പറ്റുകയില്ല. എത്രയോ ആളുകളെ നിൽക്കുമ്പോൾ ഓർത്തുകൊണ്ട് അതിന്റെ പേരെ ഗണിപ്പിച്ച് ഇന്തോനേഷ്യക്കാരും അതുപോലെ തന്നെ മലേഷ്യക്കാരും ഒക്കെ വലിയ വലിയ മഹാമാരി തുണിയിൽ പാൻറ്റിലൊക്കെ മേലെ തുണി കൊടുക്കുന്ന സമ്പ്രദായക്കാർ ഇപ്പോഴും. അതുപോലെ തോർത്തുകൊണ്ട് കുടിക്കുക, അതായത് ഈ വാരം അടക്കം കുടിക്കുക. അത്രത്തോളം ശരീരത്തിന്റെ കാണാൻ പാടില്ലാത്ത ഭാഗം കാണരുത് എന്ന നിർബന്ധ ബുദ്ധിയവരുന്നതായി. ഇപ്പോൾ നമ്മൾ കാണാൻ പാടില്ലാത്ത ഭാഗം കാണിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിലാണ്. അത് പുരുഷന്മാരെക്കാൾ ഒരുപടി മുമ്പിലാണ്. ഇതിൽ എല്ലാ സമുദായത്തെക്കാരും കൂടുതൽ മുമ്പില് നമ്മളെ എന്നാണ് ശ്രദ്ധിക്കുന്നത് പഠനങ്ങൾ. ഇവിടെ നടക്കുന്ന ഒരുപാട് ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളും വൈകല്യങ്ങളും ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അതിനെ സംബന്ധിച്ച് നടത്തിയെടുത്ത പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്ത്രീകളുടെ അങ്ങേറ്റം വികാരം പ്രക്ഷോഭം ഉണ്ടാക്കുന്ന വികാരം അടക്കിവിടുന്നതും അതേസമയത്ത് അങ്ങേറ്റം ആകർഷകവുമായിട്ടുള്ള വേഷവിധാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ അറിയില്ല. വളരെ സംഗീതമാണ് കാഴ്ചത്. നമ്മളെ കുട്ടികൾക്കും മക്കൾക്കൊക്കെ നമ്മൾ ഏതെല്ലാം സകലവേദങ്ങളിലുള്ള വസ്ത്രങ്ങളാണ് ഇന്ന് വാങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ശീലമായിട്ട് ഒരു കല്യാണത്തിന് പോയാൽ കാണാൻ കഴിയും. എന്തെല്ലാം വികൃതമായ ചിലപ്പോൾ കണ്ണുതലയ്ക്കായി പോകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ഈ കുട്ടികൾക്കൊക്കെ അവർ ഉൾപ്പിച്ചിട്ടുള്ളത്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ അതേ അതേ രീതിയിൽ തന്നെ കുട്ടികൾ സ്കൂളുകളിലും അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ വരികയും നമസ്കാരം പോലും പലപ്പോഴും ശരിയാവുകയില്ല എന്നാണ് ഞാൻ ഏറ്റവും പ്രാവശ്യം. അവിടുത്തെ മറക്കുക എന്ന് പറഞ്ഞാൽ കാണാതെ ആക്കുക എന്ന് മാത്രമല്ല, അതിന്റെ ആകൃതിയും മറക്കണം. അതുകൊണ്ട് അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ്.
അയഞ്ഞ ലൂസായ വസ്ത്രങ്ങൾ ധരിക്കണമെന്നില്ല. ശരീരത്തിന്റെ ആരോഗ്യത്തെ മനസ്സിലാക്കാൻ കഴിയാത്ത വസ്ത്രങ്ങൾ ധരിക്കണമെന്നുള്ളൂ. ഈ അവസ്ഥയാണ് വാസ്തവത്തിൽ മനുഷ്യനെ ആകർഷിക്കുകയും ഇതിലൊക്കെ ഇന്നത്തെ വ്യാപാരികളും വ്യവസായികളും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്ന ബുദ്ധി രാക്ഷസന്മാരൊക്കെ ഇതിന്റെ പിന്നിൽ വളരെ ശക്തിയായി. ഇന്നത്തെ പുതിയ സാങ്കേതിക വിദ്യകളും സാങ്കേതിക ശാസ്ത്രീയമായിട്ടുള്ള പുരോഗതികളൊക്കെ മനുഷ്യരെ ചീത്തയാക്കാൻ വളരെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടിവിയും അതുപോലെ ഇന്റർനെറ്റും അതേപോലെ മൊബൈലും ഒക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമേരിക്കയിലെ ജയിലുകളിലുള്ള 24 തടവുകാരും അവിടുത്തെ FBI ഉദ്യോഗസ്ഥർ, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ ഒരു അഭിമുഖ സംഭാഷണം നടത്തി. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളുമായ ആളുകൾ കുട്ടികളെ വ്യഭിചരിച്ചും ലൈംഗികമായി പീഡിപ്പിച്ചും കൊന്ന് അങ്ങനെ ധാരാളം നടത്തിയിരുന്നു. ആളുകളെ കൊന്നിട്ട് ജയിലിൽ മാത്രം അനുഭവിക്കുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജയിലെത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞു. ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കാണുന്നതിന് ഞങ്ങൾക്കൊരു തടസ്സമില്ല. പരമ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ രക്ഷിതാക്കൾ ഞാൻ പറഞ്ഞത്. എന്തും കാണാം, എന്തും കേൾക്കാം, എപ്പോഴും ആകാം എന്ന രീതിയിൽ അങ്ങനെ വളർന്നിട്ട് അത് ഞങ്ങളെ അടിമപ്പെടുത്തി. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഒരു വഴിയും എല്ലാം അങ്ങനെയാണ്. അതിൽ ഒരു ബിഷപ്പും ഉണ്ടായിരുന്നു, ഒരു പാതിരിയും ഉണ്ടായിരുന്നു എന്നതാണ്. അയാൾ അതിനേക്കാൾ കൂടുതലായിട്ട് പറഞ്ഞു. എന്റെ രക്ഷിതാക്കന്മാർ എന്നെ നേരത്തെ കാലത്തെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ അനാശാസ്യമായിട്ട് ഈ സംഗതികളൊന്നും കാണാനും കേൾക്കാനും എന്നെ അനുവദിക്കാതെ എന്നെ നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ദുര്യോഗത്തിന് വിരുദ്ധമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ വളരെ വേഗം പ്രയോജനം ലഭിക്കണം എന്നുള്ളതാണ്, ഗുണം കിട്ടണം, ലാഭം കിട്ടണം, വിജയിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ മനുഷ്യന്റെ മനസ്സ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇവിടുത്തെ വ്യവസായങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകളും ഒക്കെ. മനുഷ്യ ചെയ്യുന്ന കോഴ്സുകൾ കേൾക്കുമ്പോൾ തന്നെ ആളുകളിങ്ങനെ വാരി കൂട്ടാൻ വേണ്ടി നടക്കുന്ന രംഗം ഒന്നുകൊണ്ട് വാരിസായി പലരും പിടികൂടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കഥ പത്രങ്ങളും ഇപ്പോൾ വരെ. അതുപോലെ ഇപ്പോൾ തന്നെ ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്ന ഏർപ്പാട് എന്ന രീതിയിലാണ് പോകുന്നത്. ഒരു ബുദ്ധിയുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധനത്തിന് ലാഭം എത്രത്തോളം ഉണ്ടാകും എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നത്. വളരെ കവിഞ്ഞ ഒരു ലാഭത്തിന്റെ പ്രതീക്ഷ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെന്തിനു വിശ്വസിക്കുന്നു? ഇതാണ് സഭയിലെത്തുമെന്നുള്ള പറഞ്ഞ മാതിരി സ്വയം വൃത്തിയായ തന്റെ ബുദ്ധിക്കും ചിന്താശക്തിക്കും ഒരു വിലയെ കൽപ്പിക്കാത്ത കുട്ടികളല്ലാതെ 10, 10, 100, 10,000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വളരാൻ വികസിക്കാത്ത അത് കുറഞ്ഞ കാലങ്ങളിൽ കുറച്ചു മുമ്പ് ഒരു പരസ്യം നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും. ഒരു മരത്തിന്റെ പരസ്യം, ഒരു ചെടിയുടെ പരസ്യം. ഇത്ര കാലം കൊണ്ട് അത് ഇത്ര വലുതായിട്ട് ഇത്ര വലിയ മഹാവൃക്ഷമായിട്ട് അതിന്റെ കഴിവുകൊണ്ട് ഇങ്ങനെ ഒട്ടാരം നിർമ്മിക്കാൻ മാത്രമുള്ള വരുമാനം കിട്ടാറുണ്ട്. പലരും തട്ടുപിടിപ്പിക്കുന്നു. പിന്നെ അത് പദ്ധതി അങ്ങനെ പല വ്യവസായങ്ങളും എന്നിട്ടും വിശ്വസിക്കുകയാണ് ആളുകൾ. അതേപോലെ തന്നെ ഒരുപാട് ദുർമന്ത്രങ്ങൾ. ആരും പറ്റി നിങ്ങളൊരു പക്ഷെ വായിച്ചിട്ടുണ്ടോ? അയാള് ഊർക്ക് ആണ് ഇവിടെ സാധിക്കാത്ത ഒരു സംഗതിയുമില്ല എന്നാണ്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്? എല്ലാ കാര്യങ്ങളും അയാൾ ഓരോരോ പേര് വെച്ചുകൊണ്ട് അതെ ഏറ്റവും അവസാനം ലൈംഗികമായിട്ടുള്ള ഉദ്ദേശം സാധിക്കുന്നതിന് വേണ്ടി അതിന് 3500 രൂപയുടെ ലാപ്ടോ 500 രൂപ തപ്പാലിൽ ലഭിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ശരീരത്തിൽ കെട്ടുകയോ ബെഡിൽ വെച്ച് ചെയ്താൽ മതി എന്നൊക്കെയാണ് അതിന്റെ പരസ്യം.
അത് വിശ്വസിച്ചുകൊണ്ട് ധാരാളം ആളുകൾ വഴിയുണ്ടാക്കി നാശകാരിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ബുദ്ധിയും തലച്ചോറും പഴയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു മനുഷ്യന്റെ കണ്ണിനും കാലിനും അതുപോലെ തന്നെ ഹൃദയത്തിനും ബുദ്ധിക്കൊക്കെ ഇത്തരം പണിയേണ്ടി വരും അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയുന്നു. നിങ്ങൾക്ക് എന്തിനാണ് ഇത് നൽകിയിരിക്കുന്നത്? നല്ലതും ചീത്തയും തമ്മിൽ തരംതിരിച്ചുകൊണ്ട് ഏതാണ് നല്ലത് അത് തരഞ്ഞില്ല. അങ്ങനെയുള്ള വിവേചന ശക്തി പോലും നഷ്ടപ്പെട്ടുകൊണ്ട് ഓരോ മൃഗങ്ങളെക്കാളും അവർക്ക് ഹൃദയമുണ്ട്, പക്ഷേ ദുരുപയോഗപ്പെടും, ചിന്തിക്കുന്നില്ല. ഹൃദയം ചിന്തിക്കാൻ മനസ്സിലാക്കാവുന്നതാണ്, അവർ ചിന്തിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഒരു മാതാവിന്റെ കാലുകളുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും അതുപോലെ തന്നെ പ്രയോജനപ്രദമായിട്ട് സംഗതികൾ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് കേൾക്കാൻ തയ്യാറില്ല, അതിനവർക്ക് മനസ്സില്ല, അതിനവർക്ക് താല്പര്യമില്ല. അതുപോലെ അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചകൾ, നല്ല നല്ല രംഗങ്ങൾ അത് കാണാൻ അവർ സ്ഥലത്ത് വളരെ വൃത്തികെട്ട അനീതമായ ശ്രീലമായ മനുഷ്യരെ അങ്ങേറ്റം ദൂഷിപ്പിക്കുന്ന കാര്യങ്ങൾ കാണാനാണ് രാത്രിയും വാതിലാക്കും നഷ്ടപ്പാതിലാക്കും ഉറക്കൊഴിഞ്ഞുകൊണ്ടും ഈ ടെലിവിഷനുകൾ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾക്ക് രാത്രികാലത്ത് വരെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾക്ക് വേറിട്ടിരിക്കുന്നത് സഹോദരയായിരിക്കും. ഉറക്കൊഴിയുന്ന പരിപാടികൾ പാതിരാമുതലോ നേരപ്പെടുത്തുന്നത് വരെ ഉറക്കൊഴിഞ്ഞുകൊണ്ട് കാണേണ്ട നല്ല പരിപാടികൾ കടന്നുകൊടുക്കുന്ന സമയത്ത് വിഷാദിന്റെ അന്യായങ്ങളും സംസ്ഥാനങ്ങൾക്കും ഉറക്കൊഴിഞ്ഞുകൊണ്ട് ഈ വൃത്തികെട്ട രംഗങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പരിപാടിക്കാണ് ഉറക്കൊഴിയുന്ന പരിപാടിക്ക് ഏത് വളരെ പറ്റിയ പേരാണെങ്കിലും യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വലിയ പരിശ്രമ ഒരു അനുഭവമായിട്ടാണ് നൽകിയിട്ടുള്ളത്. ആ അതിന് സമയത്തെ രക്ഷിതാക്കൾ പറഞ്ഞു ഇസ്ലാം നമസ്കാരത്തിന് ശേഷം കിടന്നുറങ്ങണം. അത്യാവശ്യമായ കാര്യങ്ങൾക്ക് അല്ലാതെ മനുഷ്യൻ ആ സമയം വിനിയോഗിക്കും. ഉറങ്ങാൻ സംസാരിക്കാനോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ചെയ്യാനോ പാടില്ല. രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കണം. ശാസ്ത്ര പാചകരാക്കി എഴുന്നേൽക്കൊണ്ട് കൂടുതൽ ഒന്നാമതിലൂടെ അടുക്കാൻ വേണ്ടി ഇഷ്ടമാണ് നടത്തണം. അതേ പകരമായിട്ട് പാതിരാവിലെ ഉറക്കൊഴിഞ്ഞുകൊണ്ട് തട്ടിച്ച വരെ കിടന്നുകൊണ്ടുള്ള ഭാഗമായി നമ്മൾ ജീവിച്ചു. ആരോഗ്യപരമായിട്ട് അതിന്റെ ദോഷങ്ങളും അനർത്ഥങ്ങളും ഒരു ഭാഗത്ത് കിടക്കുന്നു. അതേ സമയത്ത് ഒരു ഉത്തരവാദപ്പെട്ട സമുദായത്തിന്റെ അനുയായികൾ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വഴി പരിചരിച്ചുകൊണ്ട് ഒന്നും കൊള്ളാത്ത വെറും മൃഗാതുല്യരായിട്ട് മനുഷ്യരാക്കി ജീവിക്കുന്നതാണ്. ഇതിനൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. ഈ സർക്കാരിനെ പ്രചരിപ്പിക്കുന്നത് ഈ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഐടിക്ക് വളരെ വലിയ പങ്കാണുള്ളത്. അതുപോലെ തന്നെ അച്ചടി മാധ്യമങ്ങളും അതുപോലെ ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഈ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ ശരീരത്തിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നു. ഒരു സ്ത്രീ പറഞ്ഞാൽ എനിക്ക് ദൈവം പോലെ സൗന്ദര്യം തന്നെ അത് ഞാൻ ആളുകളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിനാരാണ് കരുതുന്നത്? എന്റെ മൗലികമായ അവകാശമാണ്. എന്റെ ഏത് സംഗതിയും എനിക്ക് പ്രദർശിപ്പിക്കാൻ അവകാശമുണ്ട്. അമേരിക്കയിൽ ഒരു വലിയ പ്രകടനം നടത്തി. അമേരിക്കയിലാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ കുറെ സ്ത്രീകൾ അവർക്ക് അവരുടെ മൊത്തം അവരുടെ പോലീസ് ഇന്റലിജൻസ് വിഭാഗം ഇവർ സ്ത്രീകൾ ചെയ്യുന്ന അഭിനത വളരെ കവിഞ്ഞിരിക്കണം, അതിന് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആലോചന ചിന്തകൾ വന്നപ്പോ മൗലിക അവകാശമാണ്. നമ്മൾ എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യം അതുകൊണ്ട് നിയന്ത്രിക്കാൻ പാടില്ല എന്നുള്ളത് വലിയൊരു വിഭാഗം സ്ത്രീകൾ പൂർണ്ണ നഷ്ടങ്ങളായിട്ട് പുരുഷന്മാരെ കൊടുത്തിട്ടുണ്ട്. അവർ പ്രകടനം നടത്തി. ഇത് നമ്മുടെ അവകാശമാണ്. അവകാശം ഇത് മാത്രമല്ല എല്ലാ രീതിയിലും ഇന്റർനെറ്റിലൊക്കെ അത് കൊണ്ടുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും ഇതിൽ പങ്കുചേരാൻ വേണ്ടി അവർ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതേസമയത്ത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, ഈയിടെ യൂറോപ്യൻ രാജ്യങ്ങൾ മുസ്ലിം സ്ത്രീകൾ പർദ്ദ രീതിയിൽ കുറിച്ചേക്ക് തലവാക്കുന്ന രീതിയിൽ ഒരു ഭയങ്കര പെരുമാറൊക്കെ ഉണ്ടാക്കി. അത് അവരുടെ മൗലികാവകാശമാണ് എന്ന് പറയാൻ ഈ മൗലികാവകാശവാദികളായിട്ട് നാവുണ്ടായിരുന്നില്ല എന്നത് അതിന്റെ വ്യക്തി നഗ്നമായ രീതിയിൽ ഇത് മൗലികാവകാശമാണ്. വേശ്യകളുടെ രീതിയിൽ കൊണ്ടുവന്ന
പ്രവർത്തനം നടത്തിയതൊക്കെ മൗലികാവകാശമാണ്, ജനങ്ങളുടെ ഉപജീവനമാർഗം, ഏത് മാർഗവും സ്വീകരിക്കാമെന്നാണ് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നത് പറഞ്ഞു. ഇങ്ങനെ എല്ലാ പ്രകാരത്തിലും മനുഷ്യരെ തിരിച്ചറിയുന്ന അതിന് സഹായകമായിട്ടുള്ള മാധ്യമങ്ങളും മാർഗങ്ങളുമുണ്ട്. ഇതിനിടയിൽ നമ്മുടെ വിശ്വാസവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് ഇവിടെ മുന്നോട്ട് പോകണമെങ്കിൽ കൈയെടുക്കുന്നത് പോലെയാണ്. വളരെ പ്രയാസകരമാണ്. എന്നാൽ അങ്ങനെ പ്രയാസത്തോടു കൂടിയാണ് നാം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഇന്ന് കൃഷ്ണൻ പ്രയാസത്തോടു കൂടി തന്നെ എളുപ്പമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു ഒരു നല്ല ഭാവി നാം പ്രകടിപ്പിക്കും. അള്ളാഹുവിന്റെ കൽപ്പനയിൽ ജീവിക്കാനുള്ള ബോധവും അതിന് അദ്ദേഹങ്ങളെന്ന നിശ്ചയദാർഢ്യവും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മുന്നോട്ട് നൽകുമാറാണ്. واستغفر الله العظيم لي واستغفر عني وعن جميع المسلمين والمؤمنين اجمعين واستغفروه انه هو الغفور الرحيم. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يغفر لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله